നമസ്കാരം, ന്യൂസ്കാർഡിലേക്ക് സ്വാഗതം. വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഒരുങ്ങുന്നു. വിശ്വാസങ്ങൾ തീർത്ത അടിത്തറയിൽ ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലികളും രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവവും കൈകോർക്കുന്ന നിർമ്മാണ സംഗമമാണ് 70 ഏക്കറിൽ ഒരുങ്ങുന്നത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഗർ ശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ തേക്കും രാജസ്ഥാനിലെ ഭാരത്പൂരിന്റെ പിങ്ക് നിറമുള്ള കല്ലുകളും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റും പങ്കുചേരുന്നു. ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി 4000-ഓളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് അയോധ്യ എന്ന അത്ഭുതം. രാഷ്ട്രീയ നിയമവാദ വിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ 2020 ഓഗസ്റ്റ് 5 അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. 4 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകും. 70 ഏക്കറിലാണ് ക്ഷേത്രം പണിതുയരുന്നത്. ഇതിൽ 30% സ്ഥലത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പട്ട് റായ് അറിയിച്ചു. ബാക്കി പ്രദേശം ഹരിത മേഖലയായി സംരക്ഷിക്കപ്പെടും. മൊത്തം ഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്ഥാടകർ കിഴക്ക് വശത്തെ കൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം. ഗോപുരത്തിന് 161 അടി ഉയരമുണ്ട്. ഗ്രൗണ്ട്, 1-ാം നില, 2-ാം നില എന്നീ 3 തലങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിന് ബേസ്മെന്റ് ഇല്ല. മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം 14 അടി കോൺക്രീറ്റ് പാകി അതിന് മുകളിൽ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ കോൺക്രീറ്റ് ഉണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാർ പറഞ്ഞത്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നും കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായി 4.7 ലക്ഷം അടി സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചു. ക്ഷേത്രത്തിന് വലയം ചെയ്ത് നിർമ്മിക്കുന്ന മതിൽ ഉത്തരേന്ത്യൻ രീതിയിൽ പതിവില്ല. തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മുഖ്യ എഞ്ചിനീയർ ഗിരീഷ് സഹസ്ര ഭോജിനി പറഞ്ഞു. 14 അടി വീതിയുണ്ട് ഈ ചുറ്റുവലയത്തിന്. 2 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ വാതിൽ പാളികൾ തേക്ക് കൊണ്ടാണ് തീർത്തിരിക്കുന്നതെന്നും വാതിലുകളും ചുറ്റുമുള്ള കൊത്തുപണികളിൽ സ്വർണം പൂശാൻ തിരുവനന്തപുരത്തു നിന്നുമുള്ള ശില്പികൾ എത്തിയിരിക്കുന്നുവെന്നും പ്രൊജക്ട് എഞ്ചിനീയർ ജഗദീഷ് പറഞ്ഞിരുന്നു. പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ 7 ഉപക്ഷേത്രങ്ങളുമുണ്ട്. വാൽമീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, നിഷാദ രാജാവ്, ശബരി, അഹല്യ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. ജഡായുവിന്റെ പ്രതിഷ്ഠയും പ്രതിമയും കൂടിയുണ്ട്. രാമക്ഷേത്രത്തിൽ പ്രതിദിനം 2 ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 15 മണിക്കൂറോളം ദർശന സമയം ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ദിവ്യാംഗർ, പ്രായം ചെന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് പ്രത്യേക കരുതൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ചമ്പട്ട് റായ് അറിയിച്ചു. ഇവർക്കായി ക്ഷേത്രത്തിൽ ലിഫ്റ്റുകളും റാമ്പുകളും ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുവാനുള്ള പാതയും നിർമ്മിച്ചിട്ടുണ്ട്. 100 വീതം ശൗചാലയങ്ങൾ അടങ്ങിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ചെരുപ്പിട്ട് ക്ഷേത്രത്തിലകത്തേക്ക് പ്രവേശനമില്ല. അതിനാൽ ഒരേ സമയം 25,000 പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം അടക്കം പിൽഗ്രിമേജ് ഫെസിലിറ്റി സെന്ററും ഒരുക്കിയിട്ടുണ്ട്. മലിനജല നിർമ്മാർജ്ജനം, ജലസംസ്കരണം എന്നിവ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭയെ ആശ്രയിക്കുന്നില്ല. സ്വന്തം നിലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് 2 പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. അയോധ്യ ക്ഷേത്രത്തിന്റെ 3 ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഈ വിഗ്രഹങ്ങൾ വ്യത്യസ്തമായ ശിലകളിലാണ് നിർമ്മിക്കുന്നത്. ശില്പികളിൽ ഒരാളായ ഗണേഷ് ഭട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിപിൻ ഭദോരിയും ചേർന്ന് കർണാടകയിൽ നിന്നും ശില തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം 1800 കോടി രൂപ ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന ക്ഷേത്രം 380 അടി കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് നീളത്തിലുള്ളത്. 161 അടി ഉയരവും 250 അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത്. 20 അടി ഉയരമുള്ള 3 നിലകളാണ് ഉള്ളത്. 392 തൂണുകളും 44 വാതിലുകളുമുണ്ട്.
പ്രധാന ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമന്റെ 5 വയസ്സ് പ്രായമുള്ള ശ്രീരാം ലല്ലയുടെ വിഗ്രഹം ഉണ്ട്. കൂടാതെ 1-ാം നിലയിൽ ദർബാറും ഉണ്ട്. ബാല്യരൂപമായതുകൊണ്ട് തന്നെ അവിടെ സീതയുടേതായ വിഗ്രഹങ്ങളൊന്നും തന്നെയില്ല. 732 മീറ്റർ നീളവും 14 അടി വീതിയുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുമുണ്ട്. ക്ഷേത്രവളപ്പിൽ 4 മൂലകളിലും 4 ക്ഷേത്രങ്ങളുമുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗം അന്നപൂർണ ദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമാണുള്ളത്. പുരാതന കാലം മുതൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ സീതാകൂപ്പ് എന്നറിയപ്പെടുന്ന കിണറും ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ 14 മീറ്റർ കനമുള്ള റോൾ കോമ്പാക്ട് കോൺക്രീറ്റ് പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൃത്രിമ പാറയുടെ രൂപം നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്ര സമുച്ചയത്തിൽ മലിന ശുദ്ധീകരണ പ്ലാന്റ് കൂടാതെ അഗ്നി സുരക്ഷ, ജലവിതരണം, വൈദ്യുതി നിലയം എന്നിവ എല്ലാം ഉണ്ട്. 25,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രിംസ് ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ നൽകാനായി ലോക്കൽ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 ലക്ഷം പേർ അയോധ്യയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 70,000 അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കല്ലിലോ തടിയിലോ ലോഹത്തിലോ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹത്തിലേക്ക് ദൈവിക ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുന്ന ഒരു താന്ത്രിക ചടങ്ങാണ്. വിഗ്രഹങ്ങളുടെ ശുദ്ധിക്രിയകൾക്ക് ശേഷം ദേവതകളുടെ മൂലമന്ത്രം ചൊല്ലിയാണ് ചൈതന്യമാകുന്ന പ്രാണനെ സന്നിവേശിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഹൈന്ദവ വീടുകളിൽ ഒരിക്കലും പൊട്ടാത്തത് അല്ലെങ്കിൽ ക്ഷതം ഏൽക്കാത്തത് എന്നർത്ഥം വരുന്ന അരിയും നെല്ലും പൂവും ചന്ദനവും അടങ്ങുന്ന പൂജാദ്രവ്യമായ അക്ഷതവും നൽകി വരുന്നു. ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമന്റെ ക്ഷേത്രത്തിന് ആധികാരികത വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഇന്ത്യയല്ല, ലോകം കണ്ടതിൽ വെച്ച് 8ാമത്തെ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അത് അയോധ്യ രാമക്ഷേത്രമാണ്.